നിന്നിഷ്ടം ദേവാ ആയിടട്ടെ. ഞാനോ മൺപാത്രം നിൻ കരത്തിൽ, നിൻ പാദത്തിൽ ഞാൻ കാത്തിരിക്കും. നിന്നിഷ്ടം പോൽ നീ മാറ്റുകന്നെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗ്ഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങുവാനും ഉണരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദിയപ്പാ, നന്ദി 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 കർത്താവെ, സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണമേ. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും നിങ്ങളുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നവനുള്ളതുപോലെ അറിയുന്നവൻ അവിടുന്നാകിയാൽ സമസ്ത ഭാരങ്ങളുമായി കടന്നു വരിക കർത്താവേ. അങ്ങയുടെ പാദപീഠം കടന്നു വന്നിട്ടുള്ള ഒരു മക്കളിൽ ലജ്ജിച്ചുവാൻ അവിടുന്ന് സമ്മതിച്ചിട്ടില്ലല്ലോ. ഞങ്ങളുടെ ആപത്തിലും രോഗത്തിലും വൻപ്രയാസത്തിലും കൂടെ നിന്ന ദൈവമേ, ഞങ്ങളെ ഉള്ളം കരത്തിൽ ഇന്നുവരെയും വഹിച്ചു നടത്തിയ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂസിൽ കൈകാലുകളെ വിരിച്ചവനെ, പങ്കപ്പാടുകളേറ്റവനെ, ആമേൻ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവമേ, ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എല്ലായ്പ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെല്ലാം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവന മാർഗമെല്ലാം അപ്പൻ്റെ പൗന്യപാദപീഠത്തിൽ ഏൽപ്പിച്ചു തരുന്നു. അപ്പാ, ഞങ്ങളെ അത്ഭുത അതിശയമായി ഇന്ന് വരെ നടത്തിയതാ. ഞങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായ നന്മ തന്ന് ഞങ്ങളെ ദിനംതോറും നടത്തുന്നതാ. ഇതെല്ലാം ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പിന്നെയും ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തൊരു ചെവി കേട്ടിട്ടില്ലാത്തൊരു മനുഷ്യഹൃദയത്തിലും തോന്നാത്ത നന്മകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുവാൻ പോകുന്നതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും രോഗങ്ങളും വേദനകളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു തരിക. ഹല്ലേലൂയ കർത്താവേ. അങ്ങ് രോഗികൾക്ക് വൈദ്യന, രോഗം നീക്കുന്ന മരുന്ന, ആമൻ, ഞങ്ങൾക്ക് സൗഖ്യദായകന. ഞങ്ങൾ പൂർണ്ണമായിട്ടും അത് വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, ഞങ്ങൾ പലതും തിരിച്ചറിഞ്ഞതാ, രുചിച്ചറിഞ്ഞതാ. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ്റെ വിടുതൽ ഞങ്ങൾ അനുഭവിച്ചതാ കർത്താവേ. വീണ്ടും അക്കാര്യം കുറുതല്ലല്ലോ. കേൾപ്പാൻ കഴിയാതെ ചെവി മന്ദമായി പോയിട്ടില്ലല്ലോ. കഷ്ടമനുഭവിക്കുന്ന, വേദനിക്കുന്ന, ആമേൻ, സകല രോഗികളെയും തിരുമുൻപാകെ ഏൽപ്പിച്ചു തരുന്നു. കാൽവറി ക്രൂസിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ ഒരു തുള്ളി രക്തം മതി. അത് ഞങ്ങളെ ശക്തീകരിക്കുന്നതാ, അത് ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതാ, അത് ഞങ്ങൾക്ക് സൗഖ്യം തരുന്ന രക്തമാകിയാൽ ആ രക്തത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ കടന്നു വരിക കർത്താവേ. സകല രോഗാണുക്കളെയും നിർജീവമാക്കി സമാധാനം അനുഭവിച്ച് സന്തോഷം അനുഭവിച്ച് ഈ കർത്താവിനെ അന്ത്യം വരെയും സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെല്ലാം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലും കൂടിയിരിക്കണം. ആപത്തനത്തിൽ നിന്നെല്ലാം വിടുവിക്കുമാറാകണം. സമാധാനത്തോടെ കാത്തുകൊള്ളുമാറാകണം. ഞങ്ങളുടെ ഭവനം പരിസരത്തെ കാട്ടുകളിൽ മറയ്ക്കണം. ദൂതന്മാരാൽ ഞങ്ങളെ കാവൽ ചെയ്യുമാറാകണം. ഹാലിൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും വാർദ്ധക്യത്തിലായിരിക്കുന്നവരെയും രോഗാവസ്ഥയിലായിരിക്കുന്നവരെയും വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്നവരെയും തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ അപ്പാ, അവിടുന്ന് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സമയം ഞങ്ങളുടെ ആവശ്യഭാരങ്ങളുമായി തിരുമുൻപാകെ കടന്നു വരുന്നു. അനവധി ആവശ്യങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്ന തൻ്റെ ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്ത് പ്രവർത്തിക്കുവാൻ പോകുന്നതോർത്ത് നന്ദി പറയുക കർത്താവേ. എല്ലാറ്റിനും നന്ദി, സ്തോത്രം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.